KSRTC ബസ് ഡ്രൈവർ യദു തൃശ്ശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 1:30 വണ്ടിയെടുത്ത് രാത്രി 10:30 തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്ഥലത്തെ MLAയും മേയറും കൂടി വണ്ടി തടഞ്ഞ് അയാൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം, ഒരു ബെയിലബിൾ ഒഫൻസിന് പോലീസിൽ പിടിച്ചു കൊടുക്കുന്നത്. പോലീസിന് അപ്പം തന്നെ ബെയിൽ കൊടുത്ത് വിടാവുന്നതേ ഉള്ളൂ. അതിന് പകരം രാത്രി മുഴുവനും പോലീസ് സ്റ്റേഷനിൽ നിർത്തി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:30 യദുവിനെ റിലീസ് ചെയ്യുന്നത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ദീർഘദൂര സർവീസ് നടത്തിവന്ന KSRTC ഡ്രൈവർ യദുവിനെ മേയറുടെ പരാതിയെ തുടർന്ന് യാതൊരു ദയയുമില്ലാതെ ജാമ്യം പോലും നൽകാതെ മണിക്കൂറോളം തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയ സംഭവത്തിൽ പോലീസ് ഏമാന്മാരുടെ തൊപ്പിത്തെറിക്കുമെന്ന് തുറന്നു പറയുകയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഡ്വക്കേറ്റ് ദീപക് സനൽ. ഇത്രയും വലിയ ഒരു ദീർഘദൂര യാത്ര, ഇത്രയും ആൾക്കാരെയും കൊണ്ട് വലിയൊരു ബസ്സിൽ നമ്മുടെ ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ എത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു ഡ്രൈവറോടാണ് പോലീസ് ഇത്തരത്തിലൊരു ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ബോംബെയിൽ റാം ഇസ്രാനി എന്ന് പറയുന്ന 64-കാരനെ ED അറസ്റ്റ് ചെയ്യും. രാവിലെ 3:30 മുതൽ പിറ്റേ ദിവസം രാവിലെ 10:30 വരെ അയാൾ ഉറങ്ങാൻ സമ്മതിക്കാതെ ചോദ്യം ചെയ്തു. തീർത്തും ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനാണെന്ന് കോടതി പറയുകയും EDക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. രാംലീല മൈതാനത്ത് ബാബ രാംദേവ് സംഘടിപ്പിച്ച ഒരു സത്യാഗ്രഹം ഉണ്ടായിരുന്നു, സർക്കാരിനെതിരായിരുന്നു. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ധാരാളം പേർ ആ മൈതാനത്ത് രാത്രി കിടന്ന് ഉറങ്ങുകയായിരുന്നു ഈ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട്. ഈ സമയത്ത് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും അങ്ങനെ ഒരാൾ മരിക്കാനും ഇടയായി. ഈ സംഭവത്തിനെ സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനയുടെ പരമപ്രധാനമായ മൗലികാവകാശം ആർട്ടിക്കിൾ 21 വയലേഷനാണ് പോലീസ് ചെയ്തതെന്നും പോലീസിനെതിരെ നടപടിയെടുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനെതിരായിട്ട് ഒരു റിട്ട് കൊടുക്കുക, അതുവഴി പോലീസിന് നല്ലൊരു പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേസമയം നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ തർക്കത്തിൽ KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കേസെടുക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവർക്കെതിരെയാണ് കേസെടുക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് യദു മേയറടക്കം 5 പേർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27 രാത്രി 10 മണിയോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. നേരത്തെ തന്നെ മറ്റൊരു പരാതിയിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും എതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. കേസെടുക്കാൻ തിരുവനന്തപുരം വഞ്ചിയൂർ CGM കോടതിയാണ് ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയാണ് നടപടിയും. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് യദു ചൂണ്ടിക്കാട്ടിയത്. ഇതിന് പിന്നാലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ഇക്കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തത്. അതേസമയം കേസിൽ മേയറുടെ പരാതിയിലും യദുവിനെതിരെ കേസെടുത്തിരുന്നു. മേയർക്കെതിരെ യദു പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചിട്ടില്ലായിരുന്നു. ഈ ഘട്ടത്തിലാണ് യദു കോടതിയെ സമീപിച്ചത്. യദു നൽകിയ ഈ ഹർജി പരിഗണിച്ചാണ് മേയർക്കെതിരെ കേസെടുക്കണമെന്ന് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണം എന്നായിരുന്നു യദുവിന്റെ ഹർജിയിലെ ആവശ്യം. ഈ വകുപ്പ് പ്രകാരമാണോ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് എന്നത് വ്യക്തമല്ല. അതേസമയം തന്റെ മൊഴി എന്ന നിലയിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മൊഴി യഥാർത്ഥ്യമല്ല എന്നാണ് KSRTC ബസ് കണ്ടക്ടർ സുബിൻ പറയുന്നത്. മേയറും ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിലെ പ്രധാന സാക്ഷിയാണ് ബസ്സിലെ കണ്ടക്ടറായ സുബിൻ. കേസിനെ പറ്റി മാധ്യമങ്ങളിൽ പ്രചരിച്ചത് തന്റെ മൊഴി അല്ലെന്നാണ് സുബിൻ പറയുന്നത്. സംഭവം നടന്ന് 2 മണിക്കൂറിനുള്ളിൽ മൊഴി KSRTC അധികൃതർക്ക് നൽകിയെന്നാണ് സുബിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.